സർക്കാരിനെ പൂട്ടാൻ കസ്റ്റഡി മർദ്ദന വാർത്തകൾ മുൻനിർത്തി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം വെട്ടിലായി. പിണറായി സർക്കാരിന്റെ കാലത്തെ 16ാം അടിയന്തര പ്രമേയ ചർച്ച കേരള നിയമസഭയുടെ സർവകാല റെക്കോർഡാണ്. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുമെന്നും സഭ ബഹിഷ്കരിച്ച് സെൽ ഭരണമെന്ന ബാനർ കിട്ടി സത്യാഗ്രഹം അനുഷ്ഠിക്കാമെന്നും കരുതിയ പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. കുന്നംകുളം പോലീസ് യുവ കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെ മുൻനിർത്തി അക്കമിട്ട് നിരത്തിയ കസ്റ്റഡി മർദ്ദന കഥകൾക്ക് സർക്കാർ പ്രതിരോധം തീർത്തത് കണക്കുകൾ കൊണ്ടായിരുന്നു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ 7 വർഷം മുമ്പ് ഒരു വർഷം ശരാശരി 800 പരാതികൾ ലഭിച്ചെടുത്ത് ഇപ്പോൾ അത് കേവലം 100-ൽ താഴെ മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 108-ഉം 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 36-ഉം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കുറ്റവാളികളെന്ന് കണ്ട് വകുപ്പ് തല അന്വേഷണം നടത്തി പിരിച്ചുവിട്ടത്. മൊത്തം 9 വർഷത്തിനിടയിൽ 144 പോലീസ് ഉദ്യോഗസ്ഥരുടെ കാക്കിയൂരി വാങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF സർക്കാരിന്റെ കാലത്ത് എത്ര ഉദ്യോഗസ്ഥരെ കളങ്കിതരെന്ന് കണ്ട് കുറ്റവാളികളെന്ന് കണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വകുപ്പ് തല നടപടിയെ തുടർന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. 144 പേരെ LDF സർക്കാരിന്റെ കാലത്ത് 9 വർഷം കൊണ്ട് പിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ UDF സർക്കാരിന്റെ കാലത്ത് എത്ര പേരെ? ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ഇടിയൻ പോലീസുകാരെ പുറത്താക്കുമോ എന്നതായിരുന്നു. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും വകുപ്പ് തല നടപടികൾ നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. കസ്റ്റഡി മർദ്ദനങ്ങളുടെയും കസ്റ്റഡി മരണങ്ങളുടെയും കഥകൾ ഇരുപക്ഷവും ഇന്ന് പറഞ്ഞു. സ്റ്റാലിന്റെ കുലാക്കുകളുടെ കാലത്തല്ല തനിക്ക് മർദ്ദനമേറ്റതെന്നും നെഹ്റുവിന്റെ പോലീസിന്റെ മർദ്ദനമാണ് തനിക്കേറ്റതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനുകളെ ലോക്കപ്പും മർദ്ദനമുറികളാക്കി മാറ്റിയത്? അതാരാണ് എന്ന ചോദ്യവും ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സെൽ ഭരണം LDFിന്റെ കാലത്തോ എന്നാണ് ചോദ്യം.